ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ എന്തുവാണ് മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിനി മുന്നോട്ടുള്ള നമ്മുടെ പഠനത്തിൽ നമുക്ക് പല കോമ്പറ്റേറ്റീവ് എക്സാമ്പിൾ എന്തായിട്ട് വരും, അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമ്പിൾ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഇത് മാത്തമാറ്റിക്കൽ റീസണിങ്, അഥവാ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അത് എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്പീഡും നമ്മളുടെ ആക്യുറസിയൊക്കെ നമ്മളുടെ ഒരു പ്രോബ്ലത്തിലുള്ള അതിൻ്റെ പ്രോബ്ലം സോൾവിങ് അപ്രോച്ചൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ഇത് റീസണിങ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ ആ ഒരു റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയൊക്കെയാണ് സോൾവ് ചെയ്യേണ്ടത്, അപ്പോൾ അതിനകത്ത് അപ്ലൈ ചെയ്യേണ്ട ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതിനകത്ത് ഡിഫറെൻറ്റ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, അതൊക്കെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സോട് ഈ റീസണിങ്ങിൻ്റെ സെക്ഷനിൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത് പഠിപ്പിച്ച് തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അതിനകത്ത് പറയുന്ന ടോപ്പിക്കുകൾ എന്ത് ചെയ്യാൻ നോക്കണം, പഠിച്ചെടുക്കാനായിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നമ്മളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും നമ്മളെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയും ഒക്കെ നമ്മളെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത് മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം റീസണിങ് ബേസിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അക്കാഡമിക്കലി ഉള്ള നമ്മളുടെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ ഒരു ടോപ്പിക്കായ ആൽഫബറ്റ് അനലോഗി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തുവാണ് ആൽഫബറ്റ് അനലോഗി എന്നാണ് അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതായിരുന്നു നമുക്ക് ടോപ്പിക്കിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആൽഫബറ്റ് അനലോഗി എന്ന് പറയുന്നൊരു ഹെഡിങ് കൊടുത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ നോക്കണം, എഴുതിയെടുത്ത് ആ തന്നിരിക്കുന്ന പ്രോബ്ലങ്ങൾ എങ്ങനെയൊക്കെയാണ് സോൾവ് ചെയ്യുന്നത്, അപ്പോൾ അവിടെ എന്തൊക്കെയാണത് പഠിക്കാനായിട്ട് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ നോക്കണം, ഒരു ഷോർട്ട് നോട്ടാക്കി എഴുതി പോകാനായിട്ട് നോക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ അനലോഗി ബേസ്ഡ് പ്രോബ്ലം എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആൽഫബറ്റ് അനലോഗി എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇംഗ്ലീഷിലെ ആൽഫബറ്റ് ഉണ്ടല്ലോ, 26 ആൽഫബറ്റാണ് നമുക്കുള്ളത്. ആ ആൽഫബറ്റുകളുടെ അറേഞ്ച്മെൻറ്റും ആ അറേഞ്ച്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള പാറ്റേൺസും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആൽഫബറ്റ് അനലോഗി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് ക്വസ്റ്റ്യൻ അടുത്ത സ്ലൈഡ് തൊട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു ആൽഫബറ്റ് അനലോഗിയുടെ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അതാണ് ഞാൻ ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അപ്പോൾ നോക്കി, ഇവിടെ നമുക്ക് ഒരു ആൽഫബറ്റ് അനലോഗി എന്ന ഹെഡിങ് കൊടുത്തിട്ട് നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ അതിനകത്ത് എന്ത് ചെയ്തേക്കുന്നത്, എഴുതിയേക്കുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കി, എ തൊട്ട് ഇസഡ് വരെയുള്ള നമ്മൾ ആൽഫബറ്റിനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനെ 2 റോ ആക്കിയാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, അറേഞ്ച് ചെയ്തേക്കുന്നത്. എ തൊട്ട് എം വരെയുള്ള ഒരു പാർട്ടും ആണല്ലോ, അതാ എ തൊട്ട് എം വരെയുള്ള ഒരു പാർട്ടും ആൻഡ് എമ്മിന് തൊട്ട് താഴെ ആ എൻ തൊട്ട് ഇസഡ് വരെയുള്ള ഒരു പാർട്ടും. എ തൊട്ട് എം വരെ ലെഫ്റ്റ് ടു റൈറ്റ് അറേഞ്ച് ചെയ്തേക്കുന്നു, എൻ തൊട്ട് ഇസഡ് വരെ റൈറ്റ് ടു ലെഫ്റ്റ് അറേഞ്ച് ചെയ്തേക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തേക്കുന്നു, അതിൻ്റെ ഓരോ പൊസിഷനും നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് പൊസിഷൻ നമ്പർ കൊടുത്തേക്കുന്നത്, എ തൊട്ട് എം വരെ 1 2 3 എക്സെട്ര 13 വരെയും, എൻ തൊട്ട് ഇസഡ് വരെ 14 15 60 എക്സെട്ര 26 വരെയും. അപ്പോൾ ഒരു അനലോഗി പ്രോബ്ലം, നമുക്ക് ആൽഫബറ്റ് അനലോഗി നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളെ മൈൻഡിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് ഈ ഓരോ ആൽഫബറ്റുകളും അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പരും. അപ്പോൾ എ എന്ന് കാണുമ്പോഴേ നമ്മളെ മൈൻഡിലേക്ക് ഇനി എന്ത് വരണം, 1 വരണം. ബി എന്ന് കാണുമ്പോഴേ 2 വരണം. സി എന്ന് കാണുമ്പോഴേ 3 വരണം, എക്സെട്ര. ഓരോ ലെറ്ററുകൾക്കും കറസ്പോണ്ടിങ് അതിൻ്റെ നമ്പർ നമ്മൾ എന്ത് ചെയ്ത് വെക്കണം, പഠിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ എം എന്ന് കാണുമ്പോഴേ നമ്മളെ മൈൻഡിലേക്ക് ആര് വരണം, 13 വരണം. അതേ കണക്ക് 6 കാണുമ്പോൾ 18 വരണം. അങ്ങനെ ഓരോ നമ്പറും നമ്മൾ എന്ത് ചെയ്ത് വെച്ചേക്കണം, കാണാതെ അങ്ങ് പഠിക്കണം. ഇത് പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ ഓൾറെഡി നമ്മളെ മൈൻഡിലേക്ക് ഈ ഒരു അപ്രോച്ച് വഴിയാണ് നമ്മൾ പഠിക്കുന്നത് എങ്കിൽ നമ്മളെ മൈൻഡിലേക്ക് എന്ത് ചെയ്തോളും, ഈ ലെറ്ററും അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ നമ്മളെ മൈൻഡിലങ്ങ് എന്തായിക്കോളും, ഫിക്സ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചു വെച്ചേക്കേണ്ടത്. എ തൊട്ട് ഇസഡ് വരെയുള്ള ലെറ്ററുകളും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പരും എന്ത് ചെയ്ത് വെക്കണം, പഠിച്ച് വെക്കണം. ഓക്കെ, രണ്ടാമത് നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഓരോ ലെറ്ററും അതിന് ഓപ്പോസിറ്റ് വരുന്ന ലെറ്ററും.
എ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇസഡ് മൈൻഡിലേക്ക് സെറ്റ് ചെയ്യണം, ബി കണ്ടു കഴിഞ്ഞാൽ ഉടനെ വൈ മൈൻഡിലേക്ക് വരണം, സി കണ്ടു കഴിഞ്ഞാൽ ഉടനെ എക്സ് വരണം. അങ്ങനെ ഓരോ ലെറ്ററും അതിന് ഓപ്പോസിറ്റ് വരുന്ന ലെറ്ററും ഏതാണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്ത് വെച്ചണമെന്ന് കാണാൻ പഠിച്ചു വെക്കണം. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റുകളെ ബേസ് ചെയ്തായിരിക്കും നമുക്കൊരു 90% ആൽഫബറ്റ് അനലോഗിയുടെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. ഒന്നുകിൽ ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ, അല്ലെങ്കിൽ ഓരോ നമ്പറുകളുടെ ആ ഓരോ നമ്പറുകളുടെയും എന്തിൻ്റെ ബേസിൽ അതിൻ്റെ നമ്പർ ഏതാണെന്നുള്ള അതിൻ്റെ പൊസിഷൻ ഏതാണെന്നുള്ള ബേസിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് ഈ ഒരു രണ്ട് രീതികളിൽ ഏതെങ്കിലും ഒന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അതിൻ്റെ ആൻസർ എന്ത് ചെയ്യാനായിട്ട് പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആൽഫബറ്റ് അനലോഗിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്, നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്യേണ്ടത്. ഒരു 90% ക്വസ്റ്റ്യൻ ഇത് ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും. പക്ഷേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിഫറൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബൈ പ്രാക്ടീസ്. നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ആൽഫബറ്റ് അനലോഗിയുടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഏറ്റവും ടൈം കുറച്ചെടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം, ഒരു ആൽഫബറ്റ് അനലോഗിയുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു ആൽഫബറ്റ് അനലോഗിയുടെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ്, അതായിരിക്കും നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൽഫബറ്റ് അനലോഗിയുടെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ്. അപ്പോൾ എന്തോ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഇൻ എ കോഡ് ലാംഗ്വേജ് ബാങ്കർ ഈസ് റിട്ടേൺ ആസ് NABREK. അപ്പോൾ ബാങ്കർ എന്ന് പറയുന്ന വേർഡിനെ എങ്ങനെ ഡിനോട്ട് ചെയ്തേക്കുന്നത്, ബാങ്കർ എന്ന് പറയുന്ന വേർഡിനെ NABREK എന്നല്ലേ ഡിനോട്ട് ചെയ്തേക്കുന്നത്, NABREK ആണല്ലോ. അങ്ങനെയാണ് എന്തുവാ കണ്ടുപിടിക്കേണ്ടത്, സ്ട്രിങ് വിൽ ബി റിട്ടേൺ ആസ്. സ്ട്രിങ് എന്ന് പറയുന്ന വേർഡിനെ എങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഡിനോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ബാങ്കറിനെ BANKER ബാങ്കറിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, NABREK. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തുവാ, സ്ട്രിങ് STRING. സ്ട്രിങ്ങിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നതല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി BAN അതിനെ തിരിച്ചല്ലേ NAB ആക്കിയേക്കുന്നത്. അപ്പോൾ BAN റിവേഴ്സ് ചെയ്ത് NAB ആക്കി, ആദ്യത്തെ 3 ലെറ്ററിനെ റിവേഴ്സ് ചെയ്ത് NAB ആക്കി, അടുത്ത KERനെ റിവേഴ്സ് ചെയ്ത് REK ആക്കിയേക്കുമല്ലേ, KERനെ REK ആക്കി. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു അപ്രോച്ചാണ് എന്ത് ചെയ്യേണ്ട, അപ്ലൈ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് സ്ട്രിങ് എന്തുമായിരിക്കും, STRനെ റിവേഴ്സ് ചെയ്യണം. STRനെ റിവേഴ്സ് ചെയ്യുമ്പോൾ RTS, INGയെ ഡിനോട്ട് ചെയ്യുമ്പോൾ GNI എന്ന് കിട്ടും. ഓക്കെ, GNI. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ കറസ്പോണ്ടിങ് കോഡ് ആരായിരിക്കും, RTSGNI. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഇതല്ല. അപ്പോൾ ഏതാണ്, RTSGNI എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ 2 ആണല്ലോ. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആൻസർ എത്ര, RTSGNI. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആൽഫബറ്റ് അനലോഗി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ നമ്പറോ ഓപ്പോസിറ്റ് ലെറ്ററോ ഒന്നും വേണ്ട, ഇവിടെ നമുക്ക് എല്ലാവരും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ തൊട്ട് നമ്മൾ ഇങ്ങനെയുള്ളതായിരിക്കും, നമ്മൾ നമ്പർ ബേസ്ഡ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പൊസിഷൻ ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഇഫ് ക്യാബ് ഈക്വൽ ടു 12, FED ഈക്വൽ ടു 30, ഹൈഡ് ഈക്വൽ ടു ഡാഷ് ആണല്ലോ. ക്യാബിന് കറസ്പോണ്ടിങ് ആയിട്ട് 12 എന്ന് പറയുന്ന നമ്പറാണ് കോഡിന് ഉപയോഗിക്കുന്നത്. FEDക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 30 ആണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൈഡിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, ക്യാബ് എന്ന് കാണുമ്പോഴേ നമുക്ക് ആ നമ്പർ ലോജിക്കായിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ക്യാബ് എന്ന് പറയുമ്പോൾ സിയുടെ നമ്പർ 3, എയുടേത് 1 ആൻഡ് ബിയുടേത് 2 ആണല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 + 1 + 2 എത്ര കിട്ടും, 6 കിട്ടും. ആ 6നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 12 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലോജിക്ക് നമുക്ക് കിട്ടി. അപ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല, രണ്ടാമത്തതും അത് ഫോളോ ചെയ്യുന്നെങ്കിലേ നമുക്കത് കറക്റ്റാണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ മൈൻഡിലേക്ക് വന്ന ഒരു റിസൾട്ട് അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ FED എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ക്യാബിൻ്റെയാണ്, CABയുടെയാണ് ഇപ്പം നമ്മൾ എഴുതിയേക്കുന്നത് ആണല്ലോ. അടുത്ത FED എന്ന് പറയുമ്പോൾ FED എന്ന് പറയുമ്പോൾ എഫിൻ്റെത് 6, ഇയുടേത് 5 ആണല്ലോ, ഡിയുടേത് 4. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 9 + 5 + 4 15 കിട്ടും. ആ 15നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും,
30 കിട്ടും ആണല്ലോ. അപ്പോൾ അതാണ് കറസ്പോണ്ടിങ് 30 ആണല്ലോ. അപ്പോൾ ഇത് രണ്ടിനും ആ ഒരു ലോജിക്ക് കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ അത് തന്നെ ആയിരിക്കും അവിടുത്തെ എന്ത് ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്തുവാ കണ്ടുപിടിക്കേണ്ടത്? HID ഹൈഡിൻ്റെ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓരോന്നും നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? ഹൈഡ് എച്ച് എന്ന് കേൾക്കുമ്പോഴേ എത്ര? എച്ചിൻ്റെത് 8, ഐയുടേത് 9, ഐ എന്ന് കാണുമ്പോഴേ 9 മൈൻഡിലേക്ക് വരണം. ഡിയുടേത് 4 ആൻഡ് ഇയുടേത് 5. ഓക്കെ, എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 17, 21, 5, 26, 26 ഗുണം 2, 26 × 2 എത്ര? 52. അപ്പോൾ കറസ്പോണ്ടിങ് ആൻസർ എത്ര? 52 ഓപ്ഷനിലുണ്ടല്ലോ. അപ്പോൾ ഹൈഡിൻ്റെ കറസ്പോണ്ടിങ് അവിടെ ഡാഷ് വരുന്നിടത്ത് എന്തുവാണ് ഫില്ല് ചെയ്യേണ്ടത്? 52. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ എ സെർട്ടൈൻ ലാംഗ്വേജ് ക്വസ്റ്റ്യൻ ഈസ് റിട്ടേൺ ആസ്. ക്വസ്റ്റ്യനെ എങ്ങനെയാണ് അവിടെ ഡിനോട്ട് ചെയ്തേക്കുന്നത്? ക്വസ്റ്റ്യനെ ഡിനോട്ട് ചെയ്യുന്നത് OPJUTFVR. ദെൻ ഹൗ വിൽ ഫാക്ടർ ബി റിട്ടേൺ ഇൻ ദാറ്റ് ലാംഗ്വേജ്? അങ്ങനെയാണെങ്കിൽ ഫാക്ടറിനെ എങ്ങനെയാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നതിന് ആ കോഡ് ഉപയോഗിച്ച് എഴുതുന്നതെന്ന് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? കണ്ടുപിടിക്കാൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നോക്കിയേ, ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് OPJUTFVR. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഓൾറെഡി അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുക. ഒരു ഫസ്റ്റ് ടൈം ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന ഒരാളെ സമയത്തോളം ആ ഒരു മെത്തേഡ് ചിലപ്പോൾ മൈൻഡിൽ വരണമെന്നില്ല. അപ്പോൾ ഇവിടെ അതിൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. നോക്കിയേ, ഇവിടെ ക്യൂ കഴിഞ്ഞിട്ട് വരുന്ന ലെറ്ററാണ് R. PQR അല്ലേ? അതാണ് ഇവിടുത്തെ ലാസ്റ്റ് ലെറ്റർ. അപ്പോൾ Q ഇവിടുത്തെ ഫസ്റ്റ് ലെറ്ററും അത് കഴിഞ്ഞിട്ടുള്ള ലെറ്ററാണ് R, അത് ലാസ്റ്റ് ലെറ്ററും. U കഴിഞ്ഞിട്ടുള്ള ലെറ്ററാണ് V, അപ്പോൾ അത് സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ. E കഴിഞ്ഞിട്ടുള്ള ലെറ്ററാണ് F, അപ്പോൾ അത് ദാ ഈ പൊസിഷനിൽ. S കഴിഞ്ഞിട്ടുള്ളതാണ് T. ഓക്കെ, അടുത്ത T കഴിഞ്ഞിട്ടുള്ളതാണ് U. നെക്സ്റ്റ് I കഴിഞ്ഞിട്ടുള്ളതാണ് J, ആൻഡ് O കഴിഞ്ഞിട്ട് P, ആൻഡ് N കഴിഞ്ഞിട്ട് O. അപ്പോൾ ആ ഒരു രീതിക്കല്ലേ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ലോജിക്ക് വെച്ച് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തുമായിരിക്കും അതിൻ്റെ ആൻസർ? ആ ഒരു ലോജിക്ക് വെച്ച് നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിൽ എന്തുമായിരിക്കും ആൻസർ? അപ്പോൾ നോക്കിയേ, നമുക്ക് എന്തുവാ അവിടെ തന്നിരിക്കുന്നത്? ഫാക്ടർ എന്ന് പറയുന്നതിൻ്റെ അല്ലേ കണ്ടുപിടിക്കേണ്ട. അപ്പോൾ ഫാക്ടർ, ഓക്കെ, അപ്പോൾ കളറൊന്ന് സെലക്ട് ചെയ്തോട്ടെ. ഓക്കെ, ഫാക്ടർ FACTOR. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് കോഡ് വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ F കഴിഞ്ഞിട്ട് EBCDEF, F കഴിഞ്ഞിട്ട് വരുന്ന ആരാ? G ആണല്ലോ. അപ്പോൾ ഈ ഏറ്റവും അവസാനത്തെ ലെറ്റർ ആരായിരിക്കും? G ആയിരിക്കും. ഓക്കെ, അപ്പോൾ G വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ സമയം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും ആൻസർ. നമുക്ക് അപ്പോഴേ മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. A കഴിഞ്ഞിട്ട് വരുന്നത് B, അപ്പോൾ അത് സെക്കൻഡ് ലാസ്റ്റ് പൊസിഷൻ. C കഴിഞ്ഞിട്ട് D, അത് തേർഡ് ലാസ്റ്റ് പൊസിഷൻ. T കഴിഞ്ഞിട്ട് U, O കഴിഞ്ഞിട്ട് NOP, ആൻഡ് R കഴിഞ്ഞിട്ട് S. ഓക്കെ, അപ്പോൾ ഇത് തന്നെ ആയിരിക്കും അവിടുത്തെ ഓർഡർ SPUDBG എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഫാക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് ഓർഡർ ഏതാ? SPUDBG. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഇഫ് ഫാദർ ഈക്വൽ ടു 7, ഫാദറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ 7 ആണ്. ഡോട്ടർ ഈക്വൽ ടു 9, ഡോട്ടറിന് കറസ്പോണ്ടിങ് 9 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻറ്റ് ഈക്വൽ ടു ഡാഷ്, ഡിസ്റ്റൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റർ ഏതെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാം? ഫാക്ടറിൻ്റെ 6, 7, ഡാട്ടറിൻ്റെ 9 ആൻഡ് ഡിസ്റ്റൻറ്റിൻ്റെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഫാക്ടർ എന്ന് കാണുമ്പോഴേ നമുക്കറിയാം. നോക്കിയേ, ഫാക്ടറിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 ലെറ്റർ. അതിനോടൊപ്പം ഒന്ന് ആഡ് ചെയ്യുമ്പോഴല്ലേ 7 കിട്ടുന്നത്.
ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ലെറ്റേഴ്സ് പ്ലസ് 1 ആണല്ലോ 7. അടുത്ത DAUGHTR എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 8 8 + 1 ആണല്ലോ 9. ഓക്കെ, അപ്പോൾ ആ രണ്ടെണ്ണത്തിനും ആ ഒരു റിസൾട്ട് ട്രൂ ആയതുകൊണ്ട് അത് തന്നെ ആയിരിക്കും അവിടുത്തെ എന്ത് ലോജിക്ക്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ DISTANT 1 2 3 4 5 6 7 7 ആണല്ലോ ഇവിടുത്തെ ഡിസ്റ്റൻറ്റിനകത്തുള്ള ആൽഫബറ്റുകളുടെ എണ്ണം. അപ്പോൾ അതിനോടൊപ്പം 1 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര? 8. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലോജിക്ക് എത്രയേ ഉള്ളൂ, നമ്പർ ഓഫ് ആൽഫബറ്റിൻ്റെ കൂടെ അപ്പോൾ എന്ത് ആഡ് ചെയ്താൽ മതി? 1 ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതായിരിക്കും അതിൻ്റെ എന്ത് ആൻസർ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സെർട്ടൻ കോഡ് ഹാമർ ഈസ് റിട്ടേൺ ആസ്. ഹാമറിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? GBLNDS. അങ്ങനെയാണെങ്കിൽ നീഡിൽ വിൽ ബി കോഡാസ്. അങ്ങനെയാണെങ്കിൽ നീഡിലിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? കോഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് നമ്മളുടെ ഞാൻ ആ പറഞ്ഞ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഹാമർ HAMMER. ഹാമറിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? GBLNDS ആണല്ലോ. അങ്ങനെയാണെങ്കിൽ H കാണുമ്പോഴേ നമുക്ക് 8 H8 A1 M13 അടുത്ത M13 ഈടത് 5 6 ആണല്ലോ. ജിയുടേത് ABCDEFG G7 ബിയുടേത് 2 എല്ലിൻ്റെത് L 12 N 14 D 4 ആൻഡ് S 19 ആണല്ലോ. അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി. ഇവിടുത്തെ 8 8നോടൊപ്പം 1 കുറയ്ക്കുമ്പോഴല്ലേ 7 കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ രണ്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബന്ധം -1 ആണല്ലോ. 8 ന്ന് 1 കുറയ്ക്കുമ്പോഴാണ് 7 കിട്ടുന്നത്. എയോടൊപ്പം 1 ആഡ് ചെയ്യുമ്പോഴല്ലേ 2 കിട്ടുന്നത്. അപ്പോൾ അടുത്തത് +1. ഓക്കെ, -1 +1. ഓക്കെ, -1 +1. അടുത്ത 13നോടൊപ്പം 1 കുറയ്ക്കുമ്പോഴാണ് 12 കിട്ടുന്നത്. അപ്പോൾ അടുത്തത് -1. അടുത്ത 13നോടൊപ്പം 1 ആഡ് ചെയ്യുമ്പോൾ 14 കിട്ടും. അപ്പോൾ +1. ഇയോടൊപ്പം 1 കുറയ്ക്കുമ്പോൾ 4 കിട്ടും. അപ്പോൾ -1. 18നോടൊപ്പം 1 ആഡ് ചെയ്യുമ്പോൾ 19 കിട്ടും, +1. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ എന്തുവാ? -1 + 1 -1 + 1 -1 + 1 ഇതാണല്ലോ റിലേഷൻ. അപ്പോൾ അതേ ലോജിക്ക് വെച്ച് നമ്മൾ എന്തിനെ കോഡ് ചെയ്താൽ മതി? നീഡിലിനെ കോഡ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് ആ നീഡിൽ എന്ന് പറയുന്ന വാക്കൊന്ന് എടുത്തെഴുതാം. അപ്പോൾ എന്തുവാ നീഡിൽ? നീഡിൽ NEEDLE ആണല്ലോ നീഡിൽ. അപ്പോൾ ഓരോന്നിനും നമുക്ക് ലെറ്റർ കൊടുക്കണം. N-ൻ്റെത് 14 N14 E5 D4 L 12 ആൻഡ് E എത്ര? 5. അപ്പോൾ ഇവിടുത്തെ ലോജിക്ക് അനുസരിച്ച് -1. അപ്പോൾ ഇവിടെ 13ൻ്റെ നമ്പർ +6 4 5 11 ആൻഡ് 6 ഈ ഓർഡറിൽ വേണ്ട ലെറ്റർ വരാൻ. 14 1 കുറയ്ക്കുമ്പോൾ 13, 5നോടൊപ്പം 1 ആഡ് ചെയ്യുമ്പോൾ 6, 5 ന്ന് അടുത്ത 1 കുറയ്ക്കുമ്പോൾ 4, 4നോടൊപ്പം 1 കൂട്ടുമ്പോൾ 5, 12 ന്ന് 1 കുറയ്ക്കുമ്പോൾ 11, 5നോടൊപ്പം 1 കൂട്ടുമ്പോൾ 6. അപ്പോൾ ഈ ഒരു ഓർഡറിലാണല്ലോ ലെറ്ററുകൾ വരേണ്ടത്. 13ാമത്തെ എന്ന് പറയുമ്പോൾ M. ഓക്കെ, അപ്പോൾ M വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതും ട്രൂ ആയിരിക്കത്തില്ല, ഇതും ട്രൂ ആയിരിക്കത്തില്ല. ഗസ് ചെയ്ത് എഴുതാവുന്ന ഒരാൾ ഈ 2 ഓപ്ഷൻ ഗസ് ചെയ്യുവാണെങ്കിൽ ആൻസർ എന്തുമായി പോകും? തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ M സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ C ഒന്നുകിൽ D ആണല്ലോ. അടുത്ത 6 എന്ന് പറയുമ്പോൾ F, 6 എന്ന് പറയുമ്പോൾ F, 4 എന്ന് പറയുമ്പോൾ E. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഇതാ മാർക്ക് ചെയ്യാം. 4 എന്ന് പറയുമ്പോൾ D ABCD. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് മാർക്ക് ചെയ്യാം. എന്തായാലും എന്തല്ല, ഇതല്ല. ഓക്കെ, അവിടെ MFE അല്ലേ വന്നേക്കുന്നത്. അപ്പോൾ MFD ആണ് എന്ത് ചെയ്യേണ്ടത്? വരേണ്ട. അപ്പോൾ അടുത്തത് E. 11 എന്ന് പറയുമ്പോൾ K, S എന്ന് പറയുമ്പോൾ F, 6 എന്ന് പറയുമ്പോൾ F. അപ്പോൾ കറസ്പോണ്ടിങ് ആൻസർ എന്തുമായിരിക്കും? MFDEKF ഇതായിരിക്കുമല്ലോ കറസ്പോണ്ടിങ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ഇത് കറക്റ്റ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആൽഫബറ്റ് അനലോഗി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും ഇങ്ങനെ ഈ ഒരു റിസൾട്ടിലൊക്കെ നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വേറൊരു പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ ഇത്രയും നേരം ക്ലാസ് കണ്ട് ഇത് എല്ലാവർക്കും ഒരു താങ്ക്സ് പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ നോക്കണം? മാക്സിമം ഈ ഒരു ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യാൻ നോക്കണം? നിങ്ങൾ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാനായിട്ട് നോക്കണം. ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയുള്ള എക്സാമൊക്കെ നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാമുകളിലൊക്കെ നമുക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു ക്ലാസ് മാക്സിമം എന്ത് ചെയ്യാൻ നോക്കണം? പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കണം.